morning, everyone. Good morning, ma'am. 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 Okay, start ചെയ്യാം നമുക്ക്. Yeah, let's start with Prayal of today and signing. അനില അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമീ ശരണം നീയെന്നും. Okay, then Codes are, ma'am. Good morning, ma'am. Good morning, all. Happiness is when what you think, what you say, and what you do are in harmony. Mahatma Gandhi. yeah, okay, then signing. ഞാനാണ് മാം. ഗുഡ് മോർണിംഗ് മാം ആൻഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്നലെ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നുഴഞ്ഞു കയറി പുരുഷന്മാരെ വെടിവെച്ച് കൊന്ന ശേഷം സ്ത്രീകളുടെ നെറ്റിയിൽ തോക്ക് വെച്ച് പോയി നിന്റെ മോഡിയോട് പറ എന്ന് പറഞ്ഞ തീവ്രവാദികളെ അവിടെ ചെന്ന് ഭീകരന്മാരുടെ അണ്ണാക്കിൽ കൊടുത്ത മറുപടി തെളിവ് സഹിതം വിവരിച്ച് നൽകുന്നതിന് ഭാരത വനിതാ സൈനിക ഉദ്യോഗസ്ഥരെ തന്നെ ചുമതലപ്പെടുത്തി രാജ്യം. യേ നയാ ഹിന്ദുസ്ഥാൻ ഹെ എന്നാണ് ഇതിലൂടെ നൽകുന്ന സന്ദേശം. തീവ്രവാദികളെ അയച്ച് നമ്മോട് യുദ്ധം ചെയ്യുന്ന പാകിസ്ഥാന് ഇതിലും ഉചിതമായ മറുപടി വേറെയില്ല. നിരപരാധികളായ സാധാരണ ജനങ്ങളെ മാറ്റി നിർത്തി തീവ്രവാദി കേന്ദ്രങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ തക്ക സമയത്ത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി. ഇന്ത്യയുടെ പതാക എന്നും ലോകത്തിന്റെ നെറുകയിൽ ഉയർന്നു തന്നെ നിൽക്കും. 40 കോടി ഇന്ത്യൻ ജനത ഒന്നിച്ച നിമിഷങ്ങൾ. സന്തോഷം ഇതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. ബിഗ് സല്യൂട്ട് ടു ഓപ്പറേഷൻ സിന്ദൂർ. ജയ് ഹിന്ദ്. സൈൻ ഇൻ ബൈ കമ്പനി ഫ്രം റെക്കോർഡ്. Yeah, okay. Clear? Yeah. So the session is gana. How are you all? Fine, ma'am. Fine, ma'am. Fine, okay. Ma'am, സുഖാണോ? ഓക്കെ, എന്താണ് സൈലന്റ് എന്ന് ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ, കാരണം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ നിങ്ങൾ വയലേട്ടോ. ഓക്കെ, നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകാം. കാരണം നമ്മൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ പോർഷൻസ് ഒന്നും കംപ്ലീറ്റ് ആവുന്നില്ല, കുറച്ച് സ്ലോ ആണ് അല്ലെ, ഡിലേ വരുന്നുണ്ട്. സോ ക്ലാസ്സിലേക്ക് തന്നെ പോവാം നമുക്ക്. ഓക്കെ ഓക്കെ മാം. കുറവാണോ സ്റ്റുഡൻസ്? കുറവാണല്ലോ. വെക്കേഷൻ ആയതുകൊണ്ടാണോ? അല്ലേ? ഓക്കെ, പ്രൊപ്പോസിഷൻ അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തോണ്ടിരുന്നേ? ഏത് പ്രൊപ്പോസിഷൻ ആയിരുന്നു? ഓൺ ആണ് മാം. പറഞ്ഞു ഓൺ പറഞ്ഞു. ഓണാണ്. ഓൺ ആണോ പറഞ്ഞത്? ഓൺ മാത്രം എടുത്തോളോ? ഒരു പ്രൊപ്പോസിഷൻ മാത്രം എടുത്തോളൂ. ഓൺ മാത്രമേ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുള്ളൂ. അറ്റു ഓണും എടുത്തു. ഇനി അടുത്തത് ഇന്നാണ്. അറ്റും ഓണും എടുത്തല്ലേ? വയ്യ. മോനിഷ എന്ത് പറ്റി? മോനിഷയ്ക്ക് എന്ത് പറ്റി? ക്ഷീണം? മാം BP ആയിട്ട് കിടക്കുകയാണ്. BP ലോ ആയിട്ട് 2 ദിവസമായിട്ട് കിടപ്പിലാണ്. ആണോ? ഓക്കെ, take rest. Rest എടുക്കും. ഓക്കെ ഓക്കെ മാം. എപ്പോഴും കൂൾ ആയിട്ടിരിക്കുക. എല്ലാവരോടും കൂടി പറയുന്ന ഒരു കാര്യമാണ്, എപ്പോഴും കൂൾ ആയിട്ടിരിക്കുക. ഒരുപാട് ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും, മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ടെൻഷൻ അടിച്ചിട്ടൊന്നും കൂടെ കിട്ടാനില്ല. ഓക്കെ, കൂൾ ആയിട്ടിരിക്കുക. ബിക്കോൾ ഓൾവേസ്. ഓക്കെ, അപ്പോ ഈ ആക്ട് ആൻഡ് ഓൺ ഇത് രണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. Then next in ആണ് ട്ടോ. In preposition. Then take your notebook and write down the preposition as a heading. Okay. Then
പോയിന്റ് ഔട്ട് ആയിട്ടില്ല കേട്ടോ. പിന്നെ എവിടേക്ക് യൂസ് ചെയ്യാറ് പൊതുവെ? അറിയാവുന്ന പ്ലേസസ് ഒക്കെ ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ. In the morning. The morning. Okay. Then ഇയറിന് മുമ്പിൽ ചേർക്കാറുണ്ട്. okay. സീസൺസിന് ഫ്രണ്ടിൽ ചേർക്കും. പിന്നെ എവിടേക്കാണ്? സീസൺസിന് ഫ്രണ്ടിലാണ്. സീസണില് നമ്മൾ ചേർക്കാറുണ്ട്. Then സ്ഥലം സൂചിപ്പിക്കാനും. എന്തോ? പ്ലേസ്, സിറ്റുവേഷൻ. ഒരു ലൊക്കേഷൻ സൂചിപ്പിക്കാൻ. Yeah. Okay. So then പറയാറുണ്ട്. Okay. Correct ആണ്. Yeah. അപ്പൊ പോയിന്റ്സ് ഒക്കെ ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് നോക്കാട്ടോ. കൺട്രീസ്, വില്ലേജ്, സിറ്റീസ്, അതായത് നമുക്ക് കോമൺ ആയിട്ട് വേണമെങ്കിൽ പ്ലേസ് എഴുതാട്ടോ. കോമൺ ആയിട്ട് വേണമെങ്കിൽ പ്ലേസ് എഴുതാം. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. കൺട്രീസ്, വില്ലേജ്, സിറ്റീസ്, then season, months, weeks, years, enclosed space, morning, afternoon, evening, small vehicle. ഓക്കെ, ഇത്രയും പ്ലേസിലാണ് നമ്മൾ ഇൻ എന്ന് പറയുന്നത് ചെയ്യാറ്. ഇതെല്ലാം ജസ്റ്റ് ഒരു ബിഗിനിങ് ആട്ടോ. നമ്മൾ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ കുറച്ച് മാത്രം അറിയാം. എല്ലായിടത്തും ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇത്രയും ആണ് ഇമ്പോർട്ടന്റ്. ഒരു ബേസിക് ലേണർ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇത്രയൊക്കെ കുറച്ചൊക്കെ പഠിച്ചാൽ മതി. ഓക്കെ, അച്ഛൻ യൂസ് ചെയ്യുന്നോ? മനസ്സിലായല്ലോ ശരി. അത് നമ്മൾ അറ്റും ഇന്നും കൂടി ഒപ്പരം യൂസ് ചെയ്യില്ലെന്നാ ചോദിച്ചത് ഞാന്. യൂസ് ചെയ്യും. ഓക്കെ, എഴുതിയോ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അച്ചില് നമ്മൾ പറഞ്ഞിരുന്നു പ്ലേസസിൽ അച്ച് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലെ? ക്ലിയർ ആണോ അത്? അതായത് ഞാൻ എറണാകുളത്ത് എവിടെയാണ്? നൗ ഐ ആം ഇൻ എറണാകുളം അറ്റ് പറവൂർ. മനസ്സിലായോ? എറണാകുളത്ത് പറവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോ ഉള്ളത്. അങ്ങനെയാണ് ഇവിടെ ഇൻ പ്ലേസസിൽ വരുന്നത് കേട്ടോ. ഐ ആം ഇൻ കേരള, I lives in കേരള എന്നൊക്കെ പറയാം. ഓക്കെ, അച്ച് യൂസ് ചെയ്യുന്ന പർട്ടിക്കുലർ എക്സാക്ട് പ്ലേസ് പറയാനാണ് അച്ച് യൂസ് ചെയ്യുക. പക്ഷെ ഇൻ എന്താണ്? അത് അങ്ങനെ ഒരു എക്സാക്ട് പ്ലേസ് അല്ല. പക്ഷെ നമ്മൾ എവിടെയാണോ അത് പറയാം. ഓക്കെ, പക്ഷെ എക്സാക്ട് അല്ല. എക്സാക്ട് പറയുമ്പോൾ നമുക്ക് അച്ച് യൂസ് ചെയ്യണം. ഞാനിപ്പോ എവിടെയാണ്? ഐ മീൻ എറണാകുളം. ഐ ലിവ്സ് ഇൻ എറണാകുളം. ഞാൻ താമസിക്കുന്ന എറണാകുളത്താണ്. മനസ്സിലായോ? അപ്പൊ എറണാകുളത്ത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് പറയാം പറവൂർ എന്ന് പറയാം. അങ്ങനെയാണ് ഇന്നും മറ്റും തമ്മിലുള്ള ആ ഒരു പ്ലേസസിൽ വരുന്ന ഡിഫറൻസ്. ഓക്കെ, പിന്നെ നമ്മള് നൈറ്റ് പറഞ്ഞപ്പോ അറ്റാണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അറ്റ് നൈറ്റ്, അറ്റ് മിഡ് നൈറ്റ് എന്നാ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് നമ്മള് മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് ഒക്കെ പറയുമ്പോൾ ഇൻ പ്രപ്പോസിഷൻ ആണ് അവിടെ യൂസ് ചെയ്യുക. നമ്മൾ യൂഷ്വലി ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ? ഐ വർക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്, I'm going to walk in the morning, അല്ലെങ്കിൽ I'm going to the gym in the morning എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ in the morning, in the afternoon, in the evening. Then season, ഓരോ സീസൺ പറയാനും നമുക്ക് ഇന്നാണ് യൂസ് ചെയ്യാം കേട്ടോ. എക്സാമ്പിൾസ് എല്ലാം ഞാൻ പറയാം. ഇപ്പൊ എഴുതിയെടുക്കണ്ട കേട്ടോ. എഴുതിയെടുക്കാൻ ഞാൻ പറയാം. ആ ടൈമിൽ എഴുതിയെടുക്കാം. ഓക്കെ, ഇപ്പൊ ശ്രദ്ധിച്ചിരിക്കേ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. അപ്പൊ സീസൺ പറയുമ്പോ ഇപ്പോ we wear cotton clothes in summer. Okay, we wear cotton clothes in summer, and we wear woolen dress or clothes in winter. Okay, സീസൺ പറയുന്നതിന് മുൻപ് നമ്മൾ യൂസ് ചെയ്ത് in എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആണ്. ഇനിയിപ്പോ ഇയർ ആണെങ്കിലോ I was born in 2000. I was born in 2000. ഇയർ വന്നു, 2000 യൂസ് ചെയ്തു. അല്ല, ഇൻ യൂസ് ചെയ്തു. ഇനിയിപ്പോ മന്ത് ആണെങ്കിലോ I was born in December 2000 പറയാം. I was born in December
2012 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ മന്ത്സ് ആണെങ്കിലും ഇയർ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എന്താണ് ഇൻ പ്രിപ്പോസിഷൻ ആഡ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ വീക്സ് ആണെങ്കിലോ I will meet you I will meet you in 2 weeks. ഓക്കെ, രണ്ടാഴ്ചക്കുള്ളിൽ നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പൊ രണ്ടാഴ്ചക്കുള്ളിൽ എന്നൊരു മീനിങ് അവിടെ വരും. In 2 weeks, രണ്ടാഴ്ചക്കുള്ളിൽ നമുക്ക് മീറ്റ് ചെയ്യാം. I will meet you in 2 weeks എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ഏതാണ്? എൻക്ലോസ്ഡ് സ്പേസ് ആണ്. എൻക്ലോസ്ഡ് സ്പേസ് മീൻസ് എന്തിനെങ്കിലും ഉള്ളിൽ, ഇന്നിന് ഉള്ളിൽ എന്നൊരു മീനിങ് കൂടെ ഉണ്ട്. ഓക്കെ, ഇൻ പെൻ ഇൻ മൈ പോക്കറ്റ്, പേൻ എന്റെ പോക്കറ്റിലാണ്, പോക്കറ്റിന്റെ ഉള്ളിലാണ്, പെൻ പോക്കറ്റ്. അല്ലെങ്കിൽ ആപ്പിൾസ് ആർ ഇൻ ദ ഫ്രിഡ്ജ്, ആപ്പിള് ഫ്രിഡ്ജിലാണ് അല്ലെ, ആപ്പിൾസ് ആർ ഇൻ ദ ഫ്രിഡ്ജ്, ഫ്രിഡ്ജിനുള്ളിലാണ്. അപ്പൊ ഇന്നിന് ഉള്ളിൽ എന്നൊരു ഫീലിംഗ് ഉണ്ട് അവിടെ. അതുകൊണ്ടാണ് ആ എൻക്ലോസ്ഡ് സ്പേസ് എന്ന് പറയുന്ന പോയിന്റ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരു അടഞ്ഞ സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്ന രീതിയിലാണ് ആ ഒരു മീനിങ് വരാം കേട്ടോ. ഇനിയിപ്പോ സ്മോൾ വെഹിക്കിൾ, നമ്മള് ലാർജ് വെഹിക്കിൾ ഓൺ ആണെന്ന് പറഞ്ഞു അല്ലെ, ആം ഓൺ ദ പാസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സ്മോൾ വെഹിക്കിളിൽ എന്ത് ചെയ്യാൻ യൂസ് ചെയ്യണ്ടേ? ഇന്നാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഐ മീൻ ദ കാർ, വി ആർ ഇൻ ദ കാർ എന്നൊക്കെ പറയാം. അപ്പൊ സ്മോൾ വെഹിക്കിള് വരുമ്പോ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇൻ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ ആണ് കേട്ടോ. അപ്പൊ സ്മോൾ വെഹിക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ബൈക്ക് ഒന്നും പെട്ടില്ല കേട്ടോ. ബൈക്ക് പറഞ്ഞല്ലോ, അത് പറയുമ്പോൾ ഓൺ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇതെല്ലാം പറഞ്ഞതാണ്. ഇൻഫ്രണ്ട് ഓഫ്, ഇൻഫ്രണ്ട് എന്ന് പറയുന്നത് വേറെ ഒരു പൊസിഷൻ ആണ്. ക്ലിയർ? അപ്പൊ ഇത്രയും പ്ലേസസിലാണ് നമ്മൾ ഇൻ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യാറ്. ക്ലിയർ ആണോ? ഇൻ, ഓൺ, ആറ്റ്, ഇത് 3 ക്ലിയർ ആണ്. അത് 3 ഏകദേശം കണക്റ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ ക്ലിയർ ആണ് എല്ലാവർക്കും? മനസ്സിലായോ? യെസ് മാം. യെസ്. ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞു take your notebook and write down in your notebook. In your notebook എന്ന് പറഞ്ഞാൽ ബുക്കിനുള്ളിൽ എഴുതുക എന്നാണ്. പക്ഷെ ഒരു പേപ്പറിലാണ് എഴുതാൻ പറയുന്നെങ്കിലോ, write it down on a piece of paper. പേപ്പറിന് മുകളിൽ എഴുതാൻ പറയുന്നതും ബുക്കിനുള്ളിൽ എഴുതാൻ പറയുന്നതും രണ്ടാണ്. സാധാരണ നമ്മൾ യൂസ് ചെയ്ത പ്രൊപ്പോസിഷനും ഡിഫറെന്റ് ആണ് അല്ലെ? ക്ലിയർ? ഒരു കാര്യം ചെയ്യൂ കേട്ടോ, കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം, അതിനോട് എഴുതുന്നു. ശേഷം നിങ്ങളെ കൊണ്ട് ഞാൻ എക്സാമ്പിൾസ് പറയിപ്പിക്കാം. He is in France. He is in France. They live in Delhi. It's in my pocket, or pen in my pocket. എന്തുകൊണ്ട് ഏതാട്ടോ? The apples are in the fridge. The apples are in the fridge. The apples എന്ന് പറയണമെന്നില്ല. Apples are in the fridge. I've read it in the newspaper. Write it down in your notebook. Friends are in the classroom. I was born in March 2014.
They are in the car. She wakes up early in the morning. She joined our company in August. I'll see you in 2 weeks. I'll see you in 2 weeks. We wear woolen dress in winter. Okay, clear? Yeah. Okay. ഇനി കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തേ. എല്ലാ പോയിന്റും ഇൻക്ലൂഡ് ചെയ്തിട്ട് എക്സാമ്പിൾസ് ടെക്സ്റ്റ് ചെയ്യുക എല്ലാവരും. എന്നിട്ട് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കാം. പറയുമ്പോ So, അവിടെ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിട്ടില്ലേ, യൂസ് ടു ഷോ ദ ടോട്ടൽ ലെങ്ത് ഓഫ് ടൈം നീഡഡ് ടു കംപ്ലീറ്റ് സം ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നില്ലേ. അപ്പൊ നമ്മളൊരു ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാൻ തന്നിരിക്കുന്ന ആ ഒരു ടൈം ഡ്യൂറേഷൻ ആണോ കണക്കാക്കുന്നത് ഇന്നിൽ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയാം കേട്ടോ, പറയാവേ. ഓക്കെ, ഇന്നില് പറയുന്നത് യൂസ് ബിഫോർ വേർഡ്സ് ദ ഡേറ്റ്. അത് ഇയർ ആണ്, ഉദ്ദേശിച്ചത് ഇയർ ആണ്. സ്റ്റാർട്ടഡ് ഫംഗ്ഷൻ 1996 ഇയർ വന്നതുകൊണ്ട് നമ്മൾ എവിടേക്കും ആഡ് ചെയ്തു. അതുപോലെ തന്നെ സമ്മർ, വിന്റർ, മെയ്, മോർണിംഗ് അതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഓക്കെ, then goes to അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ 2 weeks പറഞ്ഞല്ലോ, അതൊരു പീരീഡ് ആണ്. ഞാൻ പറഞ്ഞ എന്താണ് ശരിക്കും ഞാൻ എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഐ വിൽ സീ യു ഇൻ 2 weeks എന്ന് പറയുമ്പോ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, അവിടെ മീനിങ് എന്താ പറയാ, ഞാൻ 2 ആഴ്ചക്കുള്ളിൽ നിന്നെ മീറ്റ് ചെയ്യും എന്നാണ്. അത് ടൈം പീരീഡ് അല്ലേ, ആ ഒരു പീരീഡിനുള്ളിൽ തന്നെ മീറ്റ് ചെയ്യും എന്നാ പറയുന്നത്. മനസ്സിലായോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഉള്ളിൽ എന്നൊരു മീനിങ് ആണ്, 2 ആഴ്ചക്കുള്ളിൽ ഞാൻ നിന്നെ മീറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത്. അവിടെ ടെക്സ്റ്റുള്ള എക്സാമ്പിൾ അങ്ങനെയാണ്. വൺ വീക്കിനുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? 1 വീക്കിനുള്ളിൽ ടൈം പീരീഡ് ആണ്. Okay, yeah, I have it all in the car. It's a whole window, yeah. She's in the room, she's in Linda, we are in the auto. I will come in the morning, I wake up early in the morning. They wear cotton clothes in summer. It's the easy toilet. Okay, we are in the mall. I was born in the hospital. Very bad. So we're gonna go to the metals. Yeah,
എൻക്ലോസ് സ്പേസ് എന്ന് പറയുമ്പോൾ വീട് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട. എന്തിന്റെങ്കിലും ഉള്ളിൽ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞത് ഒരു അടഞ്ഞ ഒരു പ്ലേസിനെയാണ്, ക്ലോസ്ഡ് ആയ പ്ലേസിനെയാണ് എൻക്ലോസ് സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതിപ്പോ എന്തും ആകാം, പോക്കറ്റ് ആകാം, പേഴ്സ് ആകാം, ഫ്രിഡ്ജ് ആകാം, അലമാരയാകാം, എന്തും ആകാം. മനസ്സിലായോ? ഉള്ളിൽ എന്ന് പറയാൻ വേണ്ടി ഞാൻ ഒരു വേർഡ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, I born in Kerala. Yeah. Fish in the refrigerator. Yeah. ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന എല്ലാ സെന്റൻസിലും ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. പക്ഷെ ഞാനിപ്പോ പറയുന്നില്ല. എനിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആവും. അമേരിക്ക. ഓക്കെ. അപ്പൊ ഇൻ ഓർ ആറ്റ് ഇത് മൂന്നും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത് മൂന്നും പഠിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ, മസ്റ്റ് ആണ്. കാരണം നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു പ്രൊപ്പോസിഷൻ ആണ് ഈ ഇൻ ഓൺ ആറ്റ്. മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാല് യൂസ് ചെയ്യേണ്ട സ്ഥലങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറില്ല. കാരണം ഇത് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ്. മനസ്സിലായോ? ഇത് മൂന്ന് കണക്റ്റഡ് ആണ്, അത് കൺഫ്യൂഷൻ ആണ്. യൂസ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ പോലും നമ്മൾ യൂസ് ചെയ്യാറില്ല. I have a ring in a beautiful box. Beautiful boxിനുള്ളിൽ എനിക്കൊരു റിംഗ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എല്ലാവരും ക്ലിയർ ആണ്. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, നിങ്ങള് ഇൻ ഓർ ആറ്റ് ഈ മൂന്ന് പ്രപ്പോസിഷനും നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് ക്ലാസ്സിൽ ഒന്ന് പ്രസന്റ് ചെയ്യാം. എല്ലാവരും ചെയ്യണം. Okay, an example. Clear? പെട്ടെന്ന് പേര് ടെക്സ്റ്റ് ചെയ്തോളൂ. I will finish my work within 1 week. Yeah, within യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പ്രപ്പോസിഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രപ്പോസിഷൻസ് ഉണ്ട്. എല്ലാം പഠിച്ചു വരുമ്പോ ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് അത്യാവശ്യം വേണ്ടത് മാത്രം പഠിക്കാം. ഓക്കെ, എല്ലാവരും റെഡിയാണോ? പ്രസന്റ് ചെയ്യാൻ റെഡിയാണോ? ടെക്സ്റ്റ് ചെയ്യൂട്ടോ, പേര് ടെക്സ്റ്റ് ചെയ്യും എല്ലാവരും പറയണം, മസ്റ്റ് ആണേ. പറഞ്ഞാലേ പഠിക്കൂ. എന്താണ് ഒരു മടി എല്ലാവർക്കും? ബോറടിക്കണ്ട കേട്ടോ, പഠിക്കുക. ഈ പഠിക്കേണ്ട ടൈമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനി പഠിക്കാനുണ്ട് ഇംഗ്ലീഷിൽ, ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, അതുകൊണ്ട് മാക്സിമം പഠിക്കാൻ നോക്കാം. ബോറടിക്കുന്നെങ്കിൽ ഇതൊക്കെ മാറ്റി വയ്ക്കുക, പഠിക്കേണ്ടതാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് എക്സാം വരുമ്പോ നമ്മള് സ്പീഡിൽ പോകേണ്ടി വരും. അന്നേരം നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. മാക്സിമം ശ്രദ്ധിച്ചിരിക്കുക, കിട്ടുന്ന ടൈം എല്ലാം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ. I will present in next class. Okay, first Resna, അറിയോ? ഗുഡ് മോർണിംഗ് ഓൾ. ഓക്കെ, അപ്പൊ നമുക്ക് പ്രപ്പോസിഷൻസ് എന്തൊക്കെയാ നോക്കാം. ഫസ്റ്റ് വൺ അറ്റ് ആണ്. നമ്മൾ മൂന്നെണ്ണമാണ് പഠിച്ചിട്ടുള്ളത്. അറ്റ്, ഓണ്, ഇന്ന്. ഇവിടെ ശബ്ദങ്ങളൊക്കെ കേൾക്കും, മക്കളുള്ളതുകൊണ്ട് ഒന്ന് സഹകരിക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ അറ്റ് ആണ്. അറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ എവിടേക്കാന്ന് വെച്ചാല് ആദ്യം പറഞ്ഞത് ടൈം ആണ്, ദെൻ പ്ലേസ്, നൈറ്റ് ഓർ മിഡ് നൈറ്റ്, ഫെസ്റ്റിവല്, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ അറ്റ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ നിയർ, അരികെ എന്നുള്ള ഒരു മീനിങ്ങിനും കൂടെ നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്ലേസ് വരുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാക്ട് പ്ലേസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നത്. ഇതിലെ എക്സാമ്പിൾസ് എന്ന് വെച്ചാല് ഐ ഓൾവേസ് ഗോ ടു സ്കൂൾ അറ്റ് 10 AM. ഐ ഓഫൺ ഗോ ടു ബെഡ് അറ്റ് മിഡ് നൈറ്റ്. ഐ ആം അറ്റ് ബസ് സ്റ്റോപ്പ്. പിന്നെ ഷീ സാറ്റ് അറ്റ് ടേബിൾ. ടേബിളിന്റെ അടുത്ത് അവൾ ഇരുന്നു എന്നുള്ള മീനിങ്, നിയർ എന്നുള്ള മീനിങ് വരുന്നതിന് എക്സാമ്പിൾ ആണ് അത്. പിന്നെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലുക്ക് അറ്റ് ദ സ്കൈ, ആ സ്കൈയിലേക്ക് നോക്കുന്ന മീനിങ്. അങ്ങനെ വരുമ്പോ അങ്ങനെയുള്ള മീനിങ്ങിനാണ് നമ്മൾ അറ്റെന്ന് കൊടുക്കുന്നത്. ദെൻ ഓൺ ആണ് സെക്കൻഡ് പ്രപ്പോസിഷൻ വരുന്നത്. ഓൺ എന്നാണ്. അത് നമ്മളൊരു ഡേറ്റ് പറയാൻ വേണ്ടിയിട്ട്, ഈ ഡേറ്റ് പറയുമ്പോൾ നമ്മൾ ഒരു എക്സാക്ട് ഡേറ്റ് ആയിരിക്കും പറയാൻ വേണ്ടിയിട്ടാണ് ഓൺ യൂസ് ചെയ്യുക. ദെൻ ഡേ, ഡേയ്സിൽ ഹോളിഡേ,
പിന്നെ സർഫേസ്, ലാർജ് വെഹിക്കിള്, മീഡിയ, സ്പെഷ്യൽ ഡേയ്സ്, ഇത്രയും ഒക്കെ വരുമ്പോൾ സ്പെഷ്യൽ ഡേയ്സ് ഡേയിൽ തന്നെ വരുന്ന സംഭവമാണ്. ഡേയ്സിൽ വരുന്നത് ഹോളിഡേയും സ്പെഷ്യൽ ഡേയും ഒക്കെ ഈ ഡേയ്സിൽ ഇൻക്ലൂഡ് ആണ്. ഓൺ എന്നുള്ള സംഭവം വരും. അതിനുള്ള എക്സാമ്പിൾസ് എന്ന് വെച്ചാല് I completed my graduation on March 2019. My son was born on 15th January 15th. I visited church on Sunday. I celebrated my birthday on Wednesday. I left my book on the table. The cat is on the roof. Write this down on a piece of paper. He split some coffee on his shirt. I am on the bus. Luggage was placed on the truck. I am going to Qatar on the aeroplane. Watching movie on the phone. I am watching on the TV. മീഡിയാസ് പറയാൻ വേണ്ടിയിട്ടോ അത് യൂസ് ചെയ്യണേ. TV, Instagram, Facebook അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഓൺ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ പിന്നെ വരുന്നത് ഇന്നാണ്. ഇന്ന് നമ്മളിപ്പോ പഠിച്ച പോലെ തന്നെ കൺട്രീസ്, വില്ലേജസ്, സിറ്റീസ്, സീസൺസ്, മന്ത്, വീക്ക്, ഇയേഴ്സ്, എൻക്ലോസ്ഡ് പ്ലേസ്, മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, സ്മോൾ വെഹിക്കിൾസ്, ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് ഇപ്പൊ മിസ് പറഞ്ഞത് ഹീസ് ഇൻ ഫ്രാൻസ്, ദേ ലിവ് ഇൻ ഡൽഹി, ഇറ്റ് ഈസ് ഇൻ മൈ പോക്കറ്റ്, ദ ആപ്പിൾസ് ആർ ഇൻ ദി ഫ്രിഡ്ജ്, ഐ റീഡ് ഇറ്റ് ഇൻ ദി ന്യൂസ് പേപ്പർ, റൈറ്റ് ഡൗൺ ഇൻ യുവർ നോട്ട്ബുക്ക്, എക്സെട്ര. ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇന്നില് വരുന്നത്. ഈ പറഞ്ഞു തന്ന ഈ ഒരു കൺട്രീസ്, വില്ലേജസ്, ഈ സംഭവങ്ങൾ നോക്കി തന്നെ നമുക്ക് ഏകദേശം പഠിക്കാൻ പറ്റും, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ മാം. Okay, yeah, okay, Rasna. Then Archana. യെസ് മാം. ഫസ്റ്റ് നമ്മൾ പ്രിപ്പോസിഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ലിങ്കിങ് വേർഡ്സിനെയാണ് നമ്മൾ പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിലിപ്പം പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത് ഷോർട്ട് വേർഡ്സ് ആയിരിക്കും. അതുപോലെ ഇപ്പോൾ ഒരു സെന്റൻസിലോ ഒന്നിൽ കൂടുതലോ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യാറുമുണ്ട്. ഇപ്പോൾ പ്രിപ്പോസിഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രിപ്പോസിഷൻസ് ഉണ്ട്. അറ്റ്, ഓൺ, ബൈ, ഇൻ, ടു, എബൌട്ട്, എബവ്, അക്രോസ്, ആഫ്റ്റർ, അഗൻസ്റ്റ്, അലോങ്, എമങ്, ഒരുപാടുണ്ട് അങ്ങനെ. അപ്പൊ അതിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചിട്ടുള്ളത് അറ്റ്, ഓണ്, ഇന്ന്, ഇത് മൂന്നുമാണ്. അപ്പൊ അതിൽ അറ്റ് എന്ന് പറയുമ്പോൾ ഒരു നമ്മൾ കൃത്യമായിട്ട് എവിടെയാണെന്നോ അല്ലെങ്കിൽ കറക്റ്റ് ടൈം എന്താണെന്നോ പറയുന്നതിനായിട്ട് അറ്റ് യൂസ് ചെയ്യും. ഇപ്പൊ എന്തെങ്കിലും ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാനായിട്ടാണെങ്കിലും അറ്റ് യൂസ് ചെയ്യും. പിന്നെ അരികെ അല്ലെങ്കിൽ അടുത്ത് എന്നതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അറ്റ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫെസ്റ്റിവൽസിന് വേണ്ടിയിട്ട് അറ്റ് യൂസ് ചെയ്യാറുണ്ട്, അത് നോട്ടീസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പം കറക്റ്റ് ടൈം അല്ലെങ്കിൽ എക്സാക്ട് പ്ലേസ്, കറക്റ്റ് ലൊക്കേഷൻ, നൈറ്റ് ഓർ മിഡ് നൈറ്റ്, പിന്നെ അറ്റ് ദ മൊമെന്റ് എന്ന് നമ്മൾ പറയും, പിന്നെ അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് അങ്ങനെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടൈമോ അല്ലെങ്കിൽ പ്ലേസോ ഒക്കെ നമ്മൾ ഡിനോട്ട് ചെയ്ത് പറയുമ്പോൾ അറ്റ് യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇപ്പൊ ഐ ഓൾവേസ് ഗോ ടു ദി സ്കൂൾ അറ്റ് 10 AM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിനെ നോട്ടീസ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ അറ്റ് യൂസ് ചെയ്തിട്ട് പറയും. അതുപോലെ തന്നെ ഐ എം ലുക്കിംഗ് അറ്റ് ദ സ്കൈ, അതൊരു പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്ന വേർഡ് ആയതുകൊണ്ട് അറ്റ് ദ സ്കൈ എന്ന് നമ്മൾ പറയുന്നു. പിന്നെ അതുപോലെ തന്നെ അരികെ, അടുത്ത് എന്ന് പറയുമ്പോൾ ഷീ സാറ്റ് അറ്റ് മീ അല്ലെങ്കിൽ ഷീ സാറ്റ് അറ്റ് ദ ടേബിൾ എന്ന് പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ഈസ്റ്റർ അല്ലെങ്കിൽ അറ്റ് ക്രിസ്മസ്, അറ്റ് വിഷു, അറ്റ് റംസാൻ, അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡേയ്സ് ഒക്കെ നമ്മൾ നോട്ടീസ് ചെയ്ത് പറയാറുണ്ട്. പിന്നെ പഠിച്ചത് ഓൺ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പം ഓൺ ചെയ്യുന്നത് യൂസ്ഡ് ഫോർ എ സ്പെസിഫിക് ഡേ, ഡേറ്റ്, ഹോളിഡേ, സർഫേസ്, ലാർജ് വെഹിക്കിൾ, മീഡിയ, സ്പെഷ്യൽ ഡേ, ഇതൊക്കെ നോട്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ ഓൺ ചേർത്തിട്ട് പറയുന്നത്. അപ്പോൾ ഡേറ്റ്, ഡേ, ഹോളിഡേ ഇതൊക്കെ പറയുമ്പോൾ ഇപ്പം ഡോക്ടർ മരിയ മോണ്ടിസോറി വാസ്, ഇത് ഞാൻ എഴുതിയ കുറച്ച് എക്സാമ്പിൾസ് ആണ് മിസ്സേ. ഡോക്ടർ മരിയ മോണ്ടിസോറി വാസ് ബോൺ ഓൺ 31st August 1870. അതുപോലെ തന്നെ ഹെർ മാരേജ് ഈസ് ഓൺ നെക്സ്റ്റ് ഡേ. ഐ പാർട്ടിസിപ്പേറ്റഡ് ഓൺ ചിൽഡ്രൻസ് ഡേ. ഐ എം ഗോയിങ് ടു ദി ഹോളിഡേ ട്രിപ്പ് ഓൺ നെക്സ്റ്റ് സൺഡേ. ഇതൊക്കെ ഓരോ ഡേറ്റും ഡേയും ഹോളിഡേയ്സും ഒക്കെ ചേർത്തിട്ട് നമ്മൾ എഴുതിയിട്ടുള്ളതാണ്. പിന്നെ സർഫേസ് എന്ന് പറയുമ്പോൾ റൈറ്റ് ദിസ് ഡൗൺ ഓൺ എ പീസ് ഓഫ് പേപ്പർ എന്ന് പറയുമ്പോൾ ഓൺ എ പീസ് ഓഫ് പേപ്പർ, ഇപ്പൊ മിസ് പറഞ്ഞ പോലെ ഒരു പേപ്പറിന് മുകളിൽ എഴുതുകയാണ്.
അപ്പൊ നമ്മൾ ഓൺ എ പീസ് ഓഫ് പേപ്പർ. പിന്നെ ഹി സ്പ്ലിറ്റ് സം കോഫി ഓൺ ഹിസ് ഷർട്ട്. പിന്നെ ഐ എം ഓൺ ദി വേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓൺ യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. പിന്നെ ലാർജ് വെഹിക്കിൾസ് ആണെങ്കിൽ ഐ എം ഓൺ ദി ബസ്, അല്ലെങ്കിൽ ഐ എം ഓൺ ദ ട്രെയിൻ. ഐ എം ഓൺ ദ ബസ് എന്നാണോ മിസ്, അത് ഐ എം ഓൺ എ ബസ് എന്നാണോ, എങ്ങനെയാണ് പറയാ? അത് ആർട്ടിക്കിൾ ആണ്, ആർട്ടിക്കിൾ ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇങ്ങനെ പറയാം. അപ്പൊ ഐ എം ഓൺ ദ ട്രാവലർ എന്നൊക്കെ നമ്മൾ പറയും. പിന്നെ ഈ പറഞ്ഞ പോലെ ബൈസൈക്കിൾ, ഒരു ഫ്ലോർ, ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ ചേർത്തിട്ട് പറയുമ്പം ഓണ് സെന്റൻസിൽ നമ്മൾ ചേർക്കാറുണ്ട്. ഐ എം ഓൺ ദ ബൈസൈക്കിൾ, മൈ ഓഫീസ് ഈസ് ഓൺ ദ 3rd ഫ്ലോർ. ഇത് മിസ് പറഞ്ഞു തന്ന എക്സാമ്പിൾ തന്നെയാണ് ഞാൻ നോട്ടീസ് ചെയ്തേക്കുന്നത്. പിന്നെ മീഡിയ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഐ എം വാച്ചിങ് ഓൺ TV, ഐ എം ഇമേജ് ആർ ഓൺ ദി കമ്പ്യൂട്ടർ, ഓൺ ഫേസ്ബുക്ക്, ഓൺ ദി ന്യൂസ്, ഓൺ ദി ഇന്റർനെറ്റ്, ഓൺ ട്വിറ്റർ, ഓൺ നെറ്റ്ഫ്ലിക്സ്. ഇതൊക്കെ ഒരു മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ളതായതുകൊണ്ട് അതിനൊക്കെ നമ്മൾ ഓൺ ചേർത്തിട്ട് പറയാറുണ്ട്. പിന്നെ ഇപ്പൊ പഠിച്ച എന്താ ഇന്നില് ഒരു കറക്റ്റ് ആയിട്ടുള്ള ടൈം പീരീഡ് ഡ്യൂറേഷനിൽ നമ്മൾ ഇൻ ചേർത്തിട്ട് പറയാറുണ്ട്. അതുപോലെ കൺട്രീസ്, വില്ലേജ്, സിറ്റി, സീസൺസ്, മന്ത്സ്, വീക്സ്, ഇയേഴ്സ്, പിന്നെ എൻക്ലോസ്ഡ് സ്പേസസ്, മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, സ്മോൾ വെഹിക്കിൾസ്, ഇതൊക്കെ നമ്മൾ ചേർത്തിട്ടാണ് യൂസ് ചെയ്ത് സെന്റൻസിൽ പറയുന്നത്. ഇപ്പൊ യൂസ്ഡ് ബിഫോർ വേർഡ്സ് ദാറ്റ് ഡിനോട്ട് എ പീരീഡ് ഓഫ് ടൈം, ഒരു ടൈം പീരീഡിൽ നമ്മൾ പറയുന്ന ഇൻ ചേർത്തിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് ഉള്ളിൽ നിന്ന് മീനിങ് വരുന്ന രീതിയിൽ. ഇപ്പം ക്ലോസ്ഡ് ആയിട്ടുള്ള തിങ്സ് ആണെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേസ്, പിന്നെ എന്താണ് ഡേറ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇൻ യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ അല്ലേ മാം? Okay, yeah. Yes, Mufida. ഗുഡ് മോർണിംഗ് ഓൾ. അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊപ്പോസിഷൻസിനെ കുറിച്ചാണ്. പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലിങ്കിങ് വേർഡ്സ് ആണ്. ഇവിടെ നമ്മൾ 3 പ്രൊപ്പോസിഷൻസ് ആണ് പഠിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ അറ്റ്, സെക്കൻഡ് വൺ ഓണ്, പിന്നെ ഇന്ന്. ഈ 3 പ്രൊപ്പോസിഷൻസ് ആണ് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ അറ്റ് എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. അറ്റ് എന്ന് പറയുന്നത് എക്സാക്ട് ടൈമിനെ ഡിനോട്ട് ചെയ്യാനുള്ള ഒരു പ്രൊപ്പോസിഷൻ ആണ് അറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എക്സാക്ട് പ്ലേസ്, പിന്നെ നൈറ്റ്, മിഡ് നൈറ്റ്, ഇതിന്റെ മുമ്പിലൊക്കെ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അറ്റ് ദി മൊമെന്റ്, അറ്റ് ദി എൻഡ് എന്നൊക്കെ പറയാം. എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഐ ഓൾവേസ് ഗോ ടു സ്കൂൾ അറ്റ് 10 AM. ഇവിടെ കറക്റ്റ് എക്സാക്ട് ആയിട്ടുള്ള ടൈമിന്റെ മുമ്പിലാണ് നമ്മൾ അറ്റ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഐ ഓഫ്റ്റൻ ഗോ ടു ബെഡ് അറ്റ് മിഡ് നൈറ്റിന് മുമ്പിൽ അറ്റ് ചേർത്തിട്ടുണ്ട്. ഐ ആം അറ്റ് മൈ ഹോം, ഐ ആം അറ്റ് ഹോട്ടൽ, ഇവിടെയൊക്കെ എക്സാക്ട് പ്ലേസ് ആണ്, അതിന്റെ മുമ്പിൽ അറ്റാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അറ്റിന് അടുത്ത് എന്നുള്ള ഒരു അർത്ഥം കൂടി വരുന്നുണ്ട്. ഷീ സാറ്റ് അറ്റ് ടേബിൾ, ഷീ സ്റ്റാൻഡ് അറ്റ് ട്രീ എന്നതിന്റെ മുമ്പിലൊക്കെ ആയിട്ട് നമ്മൾ. പിന്നെ ഫെസ്റ്റിവൽസിന്റെ മുമ്പിൽ നമ്മൾ അറ്റ് ചേർക്കുന്നുണ്ട്. അറ്റ് ഓണം, അറ്റ് വിഷു, അറ്റ് റംസാൻ എന്നൊക്കെ പറയാം. പിന്നെ യൂസ്ഡ് ഫോർ ഹോളിഡേയ്സിന്റെ മുമ്പിലും നമ്മൾ അറ്റാണ് ചേർക്കുന്നുള്ളത്. പിന്നെ ഒരു കാര്യത്തെ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറ്റ് ചേർക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ലുക്ക് അറ്റ് ദ സ്കൈ, അതേപോലെ ലുക്ക് അറ്റ് നോട്ട്ബുക്ക് എന്നൊക്കെ പറയാം. പിന്നെ രണ്ടാമതായിട്ടുള്ള പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് ഓൺ ആണ്. ഓൺ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡേറ്റ്, ഡേ, പിന്നെ മീഡിയ, ഹോളിഡേ, അതൊക്കെ ഡേയിൽ വരുന്നതാണ്. പിന്നെ എക്സാക്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് മെൻഷൻ ചെയ്യണം ഓൺ ചേർക്കുമ്പോൾ. അതേപോലെ തന്നെ സർഫസ്, പിന്നെ വെഹിക്കിള്, ലാർജ് വെഹിക്കിൾ കേട്ടോ, ലാർജ് വെഹിക്കിളിന്റെ മുമ്പ് നമ്മൾ ഓൺ ആണ് ചേർക്കുന്നത്. പിന്നെ ബർത്ത്ഡേ, ഓഫീസ്, ആ കാര്യങ്ങളുടെ ഒക്കെ മുമ്പ് നമ്മൾ ഓൺ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ ആണ് ചേർക്കുന്നത്. ഡേറ്റിന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഷീ ബോൺ ഓൺ 21st December എന്ന് പറയാം. പിന്നെ ഡേ ആണെങ്കിൽ വി ആർ ഗോയിങ് ടു ദർ ഓൺ നെക്സ്റ്റ് വെനസ്ഡേ, ഹെർ മാരേജ് ഈസ് ഓൺ നെക്സ്റ്റ് സൺഡേ, അങ്ങനെയൊക്കെ പറയാം. പിന്നെ സർഫസിന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഗ്ലാസ് ഈസ് ഓൺ ദ ടേബിൾ എന്ന് പറയാം. ഐ സോ എ പിക്ചർ ഓൺ ദി വാൾ, പിന്നെ ദ ബേർഡ് ഈസ് ഓൺ ദ ട്രീ, റൈറ്റ് ദിസ് ഡൗൺ ഓൺ എ പീസ് ഓഫ് പേപ്പർ, ഇതിന്റെ ഒക്കെ മുമ്പിലായിട്ട് ഓൺ ചേർത്തിട്ടുണ്ട്. പിന്നെ വെഹിക്കിൾസ്, ലാർജ് വെഹിക്കിളിന്റെ മുമ്പിൽ നമ്മൾ ഓൺ ആണ് ചേർക്കുന്നത്. ഐ ആം ഓൺ ദി ബസ് എന്ന് പറയും. ഐ ആം ഗോയിങ് ടു ദുബായ് ഓൺ എയറോപ്ലെയിൻ എന്ന് പറയാം. എയറോപ്ലെയിൻ ഒക്കെ ലാർജ് വെഹിക്കിൾ ആണല്ലോ, അപ്പം ഓൺ ആണ് നമ്മൾ ചേർക്കേണ്ടത്.
പിന്നെ ഫ്ലോറിന്റെ കേസിലൊക്കെ നമ്മൾ ഓൺ ചേർക്കുന്നുണ്ട്. മൈ ഓഫീസ് ഓൺ ദ 3rd ഫ്ലോർ എന്ന് പറയാം. പിന്നെ അതേപോലെ മീഡിയന്റെ മുമ്പിലും നമ്മൾ ഓൺ ആണ് ചേർക്കുന്നത്. ഐ വാച്ചിങ് മൂവി ഓൺ TV, പിന്നെ ഓൺ ഇൻസ്റ്റഗ്രാം, ഓൺ വാട്സപ്പ്, ഇതൊക്കെ മീഡിയാസ് ആണല്ലോ. മീഡിയാസിന്റെ മുമ്പിലൊക്കെ നമ്മൾ ഓൺ ആണ് ചേർക്കുന്നത്. നെക്സ്റ്റ് വരുന്ന പ്രൊപ്പോസിഷൻ എന്താണെന്ന് വെച്ചാൽ ഇൻ ആണ്. ഇന്ന് ചേർക്കുന്നത് പ്ലേസ്, അതായത് കൺട്രീസ്, വില്ലേജ്, സിറ്റീസ്, ഇതേപോലുള്ള പ്ലേസിന്റെ മുമ്പിൽ നമ്മൾ ഇൻ ചേർക്കുന്നുണ്ട്. ഇന്ന് ചേർക്കുന്ന പ്ലേസ് എന്ന് പറയുന്നത് എക്സാക്ട് അല്ലാത്ത പ്ലേസിന്റെ മുമ്പിലാണ് നമ്മൾ ഇന്ന് ചേർക്കുന്നത്. എക്സാക്ട് പ്ലേസിന്റെ മുമ്പിൽ നമ്മൾ അറ്റ് ആണല്ലോ ചേർക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് പ്ലേസ് പോലെ അതേപോലെ തന്നെ സീസൺസ്, പിന്നെ മന്ത്സ്, വീക്സ്, ഇയേഴ്സ്, പിന്നെ എൻക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസ്. എൻക്ലോസ്ഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ ഉള്ളിൽ എന്ന് പറയുന്ന മീനിങ് വരും. അതായത് ഇൻ ദ ബോക്സ്, ഇൻ ദ കാർ, അതേപോലെ ഒന്നിന്റെ ഉള്ളിൽ, ആ ഒരു അർത്ഥത്തിലാണ് എൻക്ലോസ്ഡ് സ്പേസ് എന്ന് പറയുന്നത്. പിന്നെ ഇൻ ദ മോർണിംഗ് എന്ന് പറയാം, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ് എന്നൊക്കെ പറയും. പിന്നെ സ്മോൾ വെഹിക്കിൾസിന്റെ കേസിലും നമ്മൾ ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഹി ഈസ് ഇൻ ദ ഫ്രാൻസ്, ദേ ലിവ് ഇൻ ഡൽഹി, ദ പെൻ ഈസ് ഇൻ മൈ പോക്കറ്റ്, പിന്നെ ഐ റീഡ് ഇറ്റ് ഇൻ ദ ന്യൂസ് പേപ്പർ, വി ആർ വെഹിക്കിൾസ്, സ്മോൾ വെഹിക്കിൾസ് ആണെങ്കിൽ വി ആർ ഇൻ ദ കാർ. പിന്നെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഐ വാസ് ബോൺ ഇൻ 1996. പിന്നെ ഷീ വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, മോർണിംഗിന്റെ ഒക്കെ മുമ്പിൽ നമ്മൾ ഇന്നാണ് ചേർക്കുന്നത്. ഷീ ജോയിൻഡ് അവർ കമ്പനി ഇൻ ആഗസ്റ്റ്, അതേപോലത്തെ എക്സാമ്പിൾസ് ഒക്കെ. പിന്നെ ദർ ഈസ് ആൻ ആപ്പിൾ ഇൻ ദ ബാസ്കറ്റ്, അത് എൻക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസിൽ വരുന്നതാണ്. ഐ ഹാവ് എ റിംഗ് ഓൺ എ ബ്യൂട്ടിഫുൾ ബോക്സ്, അങ്ങനെയൊക്കെ. അത്രയാണ് പ്രൊപ്പോസിഷൻ. Yeah. Okay, Archana, sorry, Mufida. Then Masrifa. ഗുഡ് ആഫ്റ്റർനൂൺ മാം. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് പ്രിപ്പോസിഷനെ കുറിച്ചിട്ടാണ്. പ്രിപ്പോസിഷൻ കുറെ പ്രിപ്പോസിഷൻസ് ഉണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പോൾ പഠിച്ചിട്ടുള്ളത് 3 പ്രിപ്പോസിഷൻസ് ആണ്. ഓൺ, ആറ്റ്, ഇൻ. ഓൺ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു കറക്റ്റ് ഡേറ്റ്, ഡേ മെൻഷൻ ചെയ്യും. അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനോ അല്ലെങ്കിൽ ലാർജ് വെഹിക്കിൾസോ ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൺ ആണ്. ഫോർ എക്സാമ്പിൾ, പിന്നെ മീഡിയാസിലും സ്പെഷ്യൽ ഡേയ്സ്, അതായത് ഡേറ്റ്സിൽ തന്നെ വരുന്നതാണ്. സ്പെഷ്യൽ ഡേയ്സിലെല്ലാം നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ഗാന്ധിജി വാസ് ഓൺ 2nd ഒക്ടോബർ. അത് ഒരു കറക്റ്റ് ഡേറ്റിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ ഐ വാസ് ബോൺ ഓൺ 7th ജാനുവരി, അതും ഡേറ്റിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഗ്ലാസ് ഈസ് ഓൺ ദ ടേബിൾ, അതായത് ഒരു സർഫേസ് ആണ് ടേബിൾ എന്ന് പറയുന്നത്. അതിന്റെ മുകളിൽ ഒരു സാധനം ഉള്ളതാണ് പറയുന്നത്. അത് സർഫേസിനുള്ളൊരു എക്സാമ്പിൾ ആയിട്ട് വരും. ദ കാറ്റ് ഈസ് ഓൺ ദ റൂഫ്, ദ കാറ്റ് ഈസ് ഓൺ ദ റൂഫ്, അതും സർഫേസിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. റൈറ്റ് ദിസ് ഡൗൺ ഓൺ എ പീസ് ഓഫ് പേപ്പർ, അതും സർഫേസിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഐ ആം ഓൺ ദ ബസ്, അതായത് ലാർജ് വെഹിക്കിൾ പോലെ തന്നെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കൂടിയാണ് ബസ് എന്ന് പറയുന്നത്. അപ്പം പബ്ലിക് ട്രാൻസ്പോർട്ടേഷന്റെയും ലാർജ് വെഹിക്കിളിന്റെ മുമ്പിൽ ഓൺ ആണ് യൂസ് ചെയ്യേണ്ടത്. ഐ സോ ഹിം ഓൺ ദ ബൈസൈക്കിൾ, ബൈസൈക്കിൾ എന്ന് പറയുന്നത് സ്മോൾ വെഹിക്കിൾ ആണെങ്കിലും നമുക്ക് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു എക്സെപ്ഷൻ കേസാണ്, നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഓൺ ആയിരുന്നു എന്ന്. പിന്നെ മൈ ഓഫീസ് ഈസ് ഓൺ ദ 3rd ഫ്ലോർ, ഫ്ലോറിലും ഏത് ഫ്ലോർ, നമ്മൾ ഒരു ഫ്ലോർ മെൻഷൻ ചെയ്യുമ്പോഴും ഓൺ യൂസ് ചെയ്യണമെന്ന് മാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. ഐ സോ എ റീൽ ഓൺ ഇൻസ്റ്റാഗ്രാം, അതായത് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് ഒരു മീഡിയ ആണ്. ആ മീഡിയക്ക് മുമ്പിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഓൺ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് വരുന്നത് നമ്മൾ ഐലാൻഡ്, റിവേഴ്സ് അതെല്ലാം ചെയ്യുമ്പോഴും ഓൺ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നെക്സ്റ്റ് പ്രിപ്പോസിഷൻ വരുന്നത് അറ്റ് ആണ്. കറക്റ്റ് ടൈം മെൻഷൻ ചെയ്യും, അതായത് നേരത്തെ ഡേറ്റും ഡേയും ആണ് മെൻഷൻ ചെയ്തതെങ്കിൽ ഇപ്പോൾ കറക്റ്റ് ടൈം മെൻഷൻ ചെയ്യും, അല്ലെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ മെൻഷൻ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴാണ് അറ്റ് യൂസ് ചെയ്യുന്നത്. ദ മീറ്റിംഗ് വിൽ സ്റ്റാർട്ട് അറ്റ് 5 o'clock, കറക്റ്റ് ടൈം ആയിട്ട് 5 o'clock നമ്മുടെ പറഞ്ഞിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട് 5 ആണ് ടൈം എന്ന്. അപ്പൊ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യല്. ഷീ വെന്റ് അറ്റ് നൈറ്റ്, മോർണിംഗ് ഇതെല്ലാം വരുമ്പോഴത്തേക്ക് നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുമെങ്കിലും നൈറ്റിന് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ എപ്പോഴും അറ്റാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അറ്റ് ഡിന്നർ, വീക്കെൻഡ്, പിന്നെ ഈസ്റ്റർ, ആ സമയത്തൊക്കെ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് അറ്റ് ക്രിസ്മസ്, അറ്റ് ഈദ്, ഈസ്റ്റർ. മാം ആ ഡേയ്സിനെല്ലാം അറ്റന്നല്ല മാം യൂസ് ചെയ്യല്. എവിടെയാണ്? ഈസ്റ്റർ, ക്രിസ്മസ്,
ഓക്കെ. പറഞ്ഞിട്ടുണ്ട്. എന്താണ് മാം? പറഞ്ഞോളൂ. പിന്നെ ഷീ ഈസ് അറ്റ് ദ ലൈബ്രറി. ലൈബ്രറി എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ലൊക്കേഷൻ ആണല്ലോ. ആ ലൈബ്രറി അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് കൊണ്ട് നമ്മൾ അറ്റ് യൂസ് ചെയ്യണം. പിന്നെ ടൈം പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് പ്രിപ്പോസിഷൻ വരുന്നത് ഇൻ ആണ്. ഒരു ഏരിയയിൽ ഏത് പൊസിഷനിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരും എന്ന് പറയുമ്പോഴത്തേക്ക്. അതായത് ഇൻ കേരള അറ്റ് തിരുവനന്തപുരം അങ്ങനെയാണ് വരുന്നത്. അത് രണ്ട് പിന്നെ പ്ലേസ് ഉണ്ടാകുമ്പോൾ മാത്രമേ ഇന്നും മറ്റും വരും. ഒരു പ്ലേസ് ഉണ്ടെങ്കിൽ അത് ഇന്നാണ് വരുന്നത്. ഇൻ തിരുവനന്തപുരം എന്ന് പറയും. തിരുവനന്തപുരത്തിന്റെ ഏത് പൊസിഷനും പറയുമ്പോഴേ നമ്മൾ അറ്റ് യൂസ് ചെയ്യും. അതായത് സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴേ അറ്റ് യൂസ് ചെയ്യും. മറ്റു സ്ഥലത്ത് യൂസ് ചെയ്യുമ്പോൾ ഇന്നാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? is used in the countries, villages, cities, seasons, months, weeks, years, enclosed space, morning, afternoon, evening, small vehicles. Small vehicles morning, afternoon, evening എല്ലാം നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യാറുള്ളത്. എക്സാമ്പിൾ ഈസ് ഇൻ ഫ്രാൻസ്, അതായത് ഒരു കൺട്രി ആണ് പറയുന്നത്. ഈസ് ഇൻ ഫ്രാൻസ്. ദേ ലൈവ് ഇൻ ഡൽഹി. ഡൽഹി ഒരു സിറ്റി ആണ്. ഡൽഹി പക്ഷെ നമ്മൾ ഇന്ത്യ എന്ന് ഫസ്റ്റ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യക്കാണ് ഇന്ന് കൊടുക്കേണ്ടത്. ഡൽഹിക്ക് അറ്റ് കൊടുക്കേണ്ടി വരും. ഇറ്റ് ഈസ് ഇൻ മൈ പോക്കറ്റ്, അതായത് ഒരു എൻക്ലോസ്ഡ് സ്പേസ് ആണ് പോക്കറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് മുമ്പ് ഇന്ന് വരുന്നത്. ഷീ ജോയിൻഡ് അവർ കമ്പനി ഇൻ ആഗസ്റ്റ്. ആഗസ്റ്റില് ഒരു മന്ത് ആയതുകൊണ്ട് ഇത് പറയുന്നത്. പിന്നെ യൂസ് ടു ഷോ ദാറ്റ് ടോട്ടൽ ലെങ്ത് ഓഫ് ടൈം നീഡഡ് ടു കംപ്ലീറ്റ് സം ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റിക്ക് നമ്മൾ എത്ര ടൈം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കും എന്ന് പറയുന്നതിനും ഇന്നാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ആക്ടിവിറ്റി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെ കുറിച്ചിട്ട്. ക്യാൻ യു കംപ്ലീറ്റ് ദാറ്റ് വർക്ക് ഇൻ എ വീക്ക്? ഒരു വീക്കിൽ ആ വർക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? അതുപോലെ ചോദിക്കുന്നതിനും ഇന്നാണ് യൂസ് ചെയ്യുന്നത്. താങ്ക് യു മാം. Okay. Then, Habiba, for you. Good afternoon, ma'am. ഫസ്റ്റ് പ്രൊപ്പോസിഷൻ അറ്റ് ആണ്. അറ്റ് മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മൾ ടൈമിനെയാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ പ്ലേസ് എന്ന് പറയുമ്പോൾ എക്സാക്ട് പ്ലേസ്, അതായത് കറക്റ്റ് ലൊക്കേഷൻ മെൻഷൻ ചെയ്യാനാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുക. പിന്നെ നൈറ്റ്, മിഡ് നൈറ്റ്, മൊമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്പെഷ്യൽ, അതായത് ഫെസ്റ്റിവൽസ്, ഓണം, ഈസ്റ്റർ അങ്ങനെയുള്ള സമയം, അതിനൊക്കെ അറ്റാണ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ പറയുമ്പോൾ ഐ ആം ഹാപ്പി അറ്റ് ഓണം, അതായത് ഓണത്തിന് നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ ഓണത്തിന് മുന്നേ നമ്മൾ അറ്റ് ഉപയോഗിച്ചു. ഐ ആം അറ്റ് ഹോം, ഞാൻ വീട്ടിലാണ്, അതായത് ഇപ്പോൾ വീട്ടിലാണ് എന്നുള്ള ഒരു പ്ലേസ്, എക്സാക്ട് പ്ലേസ് ആണ് അവിടെ, കറക്റ്റ് ലൊക്കേഷൻ ആണ്. അപ്പൊ അത് അറ്റാണ് യൂസ് ചെയ്തത്. അപ്പൊ ഐ ഓഫൺ ഗോ ടു ബെഡ് അറ്റ് മിഡ് നൈറ്റ്. അപ്പൊ നൈറ്റ്, മിഡ് നൈറ്റ് എന്നുള്ളതിന് നമ്മൾ അറ്റ് യൂസ് ചെയ്യും. പിന്നെ കറക്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യാൻ നമ്മൾ അറ്റ് യൂസ് ചെയ്യും. അതായത് ലുക്ക് അറ്റ് ദ സ്കൈ, ലുക്ക് അറ്റ് ദ മാൻ, ഹീസ് വെരി സ്മാർട്ട്. അപ്പൊ അങ്ങനെ അത് നോക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറ്റ് യൂസ് ചെയ്യും. അതുപോലെ അരികെ എന്നുള്ള ഒരു മീനിങ് കൂടെ അറ്റിന് വരുന്നുണ്ട്. ഷീ സാറ്റ് അറ്റ് ടേബിൾ, അതായത് ടേബിളിന്റെ അരികെ ഇരുന്നു. അപ്പോൾ ആ ഒരു മീനിങ് കൂടെ അറ്റിന് വരുന്നുണ്ട്. ദെൻ ഓൺ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻലി ഡേറ്റ്, ഡേ, ഹോളിഡേയ്സ്, സർഫേസ്, ലാർജ് വെഹിക്കിൾസ്, മീഡിയ, ബർത്ത്ഡേസ് ഒക്കെയാണ് ഓൺ യൂസ് ചെയ്യുന്നത്. ബർത്ത്ഡേ പറയുമ്പോൾ മൈ സൺ വാസ് ബോൺ ഓൺ August 6. പിന്നെ ഐ പ്രൊപ്പോസ്ഡ് ഓൺ വാലന്റൈൻസ് ഡേ, മൈ സ്കൂൾ ഈസ് ഓപ്പൺഡ് ഓൺ 1st June. അപ്പോൾ അങ്ങനത്തെ ഡേറ്റ്, ഡേ, ഹോളിഡേയ്സിന്റെ ഒക്കെ മുന്നിൽ നമ്മൾ ഓൺ യൂസ് ചെയ്യും. അതുപോലെ സർഫേസ് പറയുമ്പോൾ ഹി സ്പ്ലിറ്റ് സം കോഫി ഓൺ ഹിസ് ഷർട്ട്, അതായത് ഷർട്ടുമ്മ സ്പ്ലിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ സർഫേസിനെ നമ്മൾ മെൻഷൻ ചെയ്യാനും ഓൺ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാർജ് വെഹിക്കിൾസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൺ ആണ്. ഐ ആം ഓൺ എ ബസ്, ശരിയാണോ? I am going to Ernakulam on the train. I am going to Qatar on the aeroplane. അങ്ങനെ ലാർജ് വെഹിക്കിൾസിന് നമ്മൾ അതിന്റെ മുന്നിൽ നമ്മൾ ഓൺ യൂസ് ചെയ്യും. പിന്നെ മീഡിയാസിലും നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക. ഐ ആം വാച്ചിങ് ഫിലിം ഓൺ ദ TV. അപ്പൊ ഒരു മീഡിയ ആണ്, അപ്പൊ അതിന് നമ്മൾ ഓൺ യൂസ് ചെയ്യും. ലാസ്റ്റ് വൺ ഇന്നാണ്. ഇന്ന് മെയിൻലി പ്ലേസ്, കൺട്രീസ്, വില്ലേജ്, സിറ്റീസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്നാണ്. പിന്നെ സീസൺസ്, മന്ത്സ്, വീക്ക്, ഇയേഴ്സ്,
മോർണിംഗ്, ഗുഡ് മോർണിംഗ് എന്നൊക്കെ മോർണിംഗിന്റെ യൂസ് ചെയ്യുന്ന വേർഡ്സിന് സ്മോൾ വെഹിക്കിൾസ് അതിനൊക്കെ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യാറ്. പ്ലേസ് പറയുമ്പോൾ ഐ ആം ഇൻ കേരള. അപ്പോ മുന്നേ നമ്മൾ അറ്റ് യൂസ് ചെയ്തിരുന്നു. അപ്പൊ ഐ ആം ഇൻ തൃശ്ശൂർ അറ്റ് പുന്നയൂർകുളം. അതായത് പ്രോപ്പർ ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറ്റും, അല്ലാതെ കൺട്രീസ് അല്ലെങ്കിൽ നമ്മളുടെ നോർമൽ സ്ഥലം പറയുമ്പോൾ ഇന്നും. അങ്ങനെ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഐ ആം ഇൻ തൃശ്ശൂർ, ദെൻ അറ്റ് പുന്നയൂർകുളം അങ്ങനെ യൂസ് ചെയ്ത്. പിന്നെ ഐ ആം വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്, ഐ വാസ് ബോൺ ഇൻ ജൂലൈ 1994. അപ്പോ അങ്ങനത്തെ പ്ലേസ് ഇപ്പൊ എന്താ പറഞ്ഞ മക്കളായ പോയിന്റ് ഔട്ട് ചെയ്യാൻ, ഇയറിനൊക്കെ പോയിന്റ് ഔട്ട് ചെയ്യാൻ നമ്മൾ ഇന്ന് ഉപയോഗിക്കും. പിന്നെ ഉള്ളിൽ നിന്നുള്ള മീനിങ് കൂടി ഇന്നുണ്ട്. എൻക്ലോസ് ചെയ്യാം. ഫിഷ് ഇൻ ദ റെഫ്രിജറേറ്റർ. അപ്പൊ ഫിഷ് റെഫ്രിജറേറ്ററിന്റെ ഉള്ളിലാണ്. അത് അതിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവും, അതിപ്പോ നോക്കണ്ട. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് യൂസ് ചെയ്യും. താങ്ക് യു മാം. എല്ലാവർക്കും ക്ലിയർ ആണ്, മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഒരു കാര്യം ചെയ്യും കേട്ടോ. അടുത്ത പ്രപ്പോസിഷൻ ഏതാ? ഡ്യൂറിങ്. ഡ്യൂറിങ് എഴുതാം. ദെൻ ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കാം കേട്ടോ. ഡ്യൂറിങ് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഡ്യൂറിങ് ദ എക്സാം യു ക്യാൻ സ്പീക്ക്. She kept talking to me during the film. I take notes during the class. She fell asleep during the movie. We visited London during our holidays. We will have cravings during pregnancy. During എന്ന് പറയുന്നത് ഒരു പീരീഡ് ആണ്, ഒരു കാലഘട്ടത്തെ, ഒരു ഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണ് ഡ്യൂറിങ്. മനസ്സിലായോ? അത് ഏറ്റവും കൂടുതൽ മനസ്സിലാവാൻ പറ്റുന്നത് പ്രഗ്നൻസി. നമ്മുടെ പ്രഗ്നൻസി കാലഘട്ടത്തില്, അതായത് ഗർഭകാലത്ത് നമുക്ക് കുറച്ച് ക്രേവിങ്സ് ഉണ്ടാകും. മനസ്സിലായോ? ആ ഒരു പീരീഡ്സിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഇവിടെ ഡ്യൂറിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് ദ ലാസ്റ്റ് വൺ. ഓക്കെ, അതുകൊണ്ട് അത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ഡ്യൂറിങ് എന്താന്ന് മനസ്സിലാവും. സിമ്പിൾ ആണ്. ഓക്കെ, ഒരു സെറ്റ് ഓഫ് പീരീഡ്, ആ പീരീഡിൽ നടക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ഡ്യൂറിങ് യൂസ് ചെയ്യാം. ഡ്യൂറിങ് ദ എക്സാം യു ക്യാൻ സ്പീക്ക്. നീ എക്സാം നടക്കുന്ന ടൈമിൽ സംസാരിക്കാൻ പാടില്ല, സംസാരിക്കാൻ പറ്റില്ല. അതിലെന്താണ്? എക്സാമിന് ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ട് അല്ലെ? 10 to 1 PM ആയിരിക്കാം ടൈം. ആ സെറ്റ് ഓഫ് പീരീഡിൽ സംസാരിക്കാൻ പാടില്ല എന്നാ പറയുന്നത്. ക്ലിയർ? അതുപോലെ ഷീ കെപ്റ്റ് ടോക്കിംഗ് ടു മീ ഡ്യൂറിങ് ദ ഫിലിം. മനസ്സിലായോ? ഫിലിം നടക്കുന്ന ടൈമില് ഒരു സെറ്റ് ഓഫ് പീരീഡ് ആണല്ലോ, നമ്മള് കീപ് ടോക്കിംഗ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ ഐ ടേക്ക് നോട്ട്സ് ഡ്യൂറിങ് ദ ക്ലാസ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് നോട്ട്സ് എഴുതി, നോട്ട്സ് എടുത്തു. ക്ലാസ്സിന് ഒരു സെറ്റ് ഓഫ് പീരീഡ് ഉണ്ട്, സെറ്റ് ഓഫ് ടൈം ഉണ്ട്. അപ്പൊ അതിനെ സൂചിപ്പിക്കുന്നതാണ് ഡ്യൂറിങ് എന്ന പ്രപ്പോസിഷൻ. ഓക്കെ, എക്സാമ്പിൾ ചെയ്താ എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ ഞാനിപ്പോ പറഞ്ഞത് മനസ്സിലായത്, അത് നിങ്ങൾക്ക് മലയാളത്തിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എഴുതിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഡ്യൂറിങ് പ്രപ്പോസിഷൻ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. അങ്ങോട്ടുള്ള എല്ലാ പ്രപ്പോസിഷൻസും സിമ്പിൾ ആണ്. കാരണം ഇൻ നോണറ്റിനെ പോലെ അത്രയും കൺഫ്യൂസിങ് ആയിരിക്കില്ല, അത്രയും കണക്റ്റഡ് ആയിരിക്കില്ല വരുന്ന എല്ലാ പ്രപ്പോസിഷനും. ഓക്കെ, നമ്മൾ ചെയ്തെടുക്കുക. ദെൻ മനസ്സിലായ രീതിയിൽ നിങ്ങൾക്ക് നോട്ട്സും കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ? ഡ്യൂറിങ് ക്ലിയർ ആയോ? മനസ്സിലാവുമല്ലോ ഡ്യൂറിങ് എന്താണെന്നുള്ളത്. ക്ലിയർ ആണ്? എല്ലാവർക്കും ക്ലിയർ അല്ലേ? നോട്ട് എഴുതുന്ന തിരക്കിലാണ് എല്ലാവരും. ക്ലിയർ ആണ്? സോ ഇത്രയേ ഉള്ളൂ കേട്ടോ. രണ്ട് പ്രപ്പോസിഷൻ നമ്മൾ എടുത്തത്, ഇൻ ആൻഡ് ഡ്യൂറിങ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ പെട്ടെന്ന് പ്രപ്പോസിഷൻ ഏകദേശം പെട്ടെന്ന് തീർക്കാൻ നോക്കാം. ക്ലിയർ ആണ്? എല്ലാവർക്കും ക്ലിയർ ആണ്? ഓക്കെ, ഓക്കെ. സോ വൈൻഡ് അപ്പ് ചെയ്യാട്ടോ. ഇത് കഴിഞ്ഞല്ലോ. നെക്സ്റ്റ് സൈൻ ഔട്ട് പറയൂല്ലേ? ആരെ സൈൻ ഔട്ട് ആരാ പറയാ? ഞാനാണ് മാം. ഹലോ മാം, കേൾക്കുന്നുണ്ടോ? Never cry for the person who hurts you. Just smile and say, thank you for giving me a chance to find someone better than you. Signed out by Uma. Thank you, ma'am. You are wonderful class. Thank you all. Yeah, okay. ഇന്ന് നമ്മൾ അധികം സംസാരിച്ചൊന്നുമില്ല കേട്ടോ. ക്ലാസ് കുറച്ച് മുന്നോട്ട് പോകേണ്ടതായത് കൊണ്ടാണ് അധികം സംസാരിക്കാൻ സമയം എടുക്കാത്തത്. പിന്നെ ടീച്ചേഴ്സ് മിക്കവാറും നിങ്ങൾ അധികം സംസാരിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, പോർഷൻസ് തീർന്നില്ലെങ്കിൽ എക്സാം ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ സ്പീഡിൽ പോയിട്ട് വരും. ഓക്കെ, അതുകൊണ്ടാണ്. മനസ്സിലാക്കൂ. ക്ലാസ് ബോറിംഗ് ആയിട്ട് തോന്നിയോ?
നമ്മൾ പൊതുവേ ഫുൾ ടൈം ക്ലാസ് ഒന്നും എടുക്കാറില്ല. ഓരോങ്ങനെയല്ല, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ മാം. ഇതേപോലെ തന്നെ പോവാണ്ട് നമുക്ക് പോർഷൻസ് ഒന്നും തീർന്ന് ഒരു സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ? Yeah, good decision. Yeah, I think. Okay, so thank you all. See you on the next class. Okay, bye. Thank you, ma'am. Thank you.